KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മുന്നണി പോരാളിയായിട്ടായിരുന്നു ഷാഹിദ കമാലിന്റെ രാഷ്ട്രീയ പ്രവേശം. വിദൂര ജയപ്രതീക്ഷ പോലും ഇല്ലാതിരുന്നിട്ടും പാർട്ടി പറഞ്ഞപ്പോൾ ചടയമംഗലത്തും കാസർഗോഡും മത്സരരംഗത്തിറങ്ങി. രണ്ടിടത്തും പരാജയപ്പെട്ടെങ്കിലും മികച്ച പോരാട്ടമാണ് ഷാഹിദ കാഴ്ചവെച്ചത്. എന്നാൽ ഭർത്താവ് കമാലിന്റെ മരണത്തോടെ ദുരന്തങ്ങൾക്ക് തുടക്കമായി. കഴിഞ്ഞ വർഷം ജനുവരി 8-നായിരുന്നു മരണം. 3 സഹോദരിമാരെയും പ്രായമായ മാതാപിതാക്കളെയും സംരക്ഷിച്ചിരുന്നത് കമാലായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുമാനമൊന്നുമില്ലാത്തതിനാൽ മകന്റെ പഠനം പോലും വഴിമുട്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും സഹായത്തിനായി സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇത്രകാലം പാർട്ടിക്കായി ജീവിതം സമർപ്പിച്ചിട്ടും നേതാക്കൾ കൈവിട്ടതിന്റെ സങ്കടം ഷാഹിദ മറച്ചുവെക്കുന്നില്ല. എൻ്റെ 13 വയസ്സ് മുതൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ KSUയിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന ഒരാളാണ്. എൻ്റെ ഭർത്താവ് 1 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, ആ കടമകൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യ എന്ന നിലയിൽ എനിക്കുണ്ട്. KPCC പുനഃസംഘടിപ്പിച്ചപ്പോൾ പോലും ഷാഹിദയെ ഉൾപ്പെടുത്താൻ നേതൃത്വം തയ്യാറായില്ല. 30 വർഷക്കാലം പാർട്ടിക്കായി പ്രവർത്തിച്ച് തന്നെ തഴയാൻ കാരണം നേതാക്കൾക്ക് പാദസേവ ചെയ്യാത്തതുകൊണ്ടാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. ദുരിതാവസ്ഥ കണ്ട് മറ്റു പാർട്ടിക്കാർ സഹായഹസ്തവുമായി എത്തിയെങ്കിലും പ്രസ്ഥാനത്തെ കൈവിടാൻ ഷാഹിദ ഒരുക്കമല്ല. തന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇവർ. PL കിരൺ, മീഡിയ 1, കൊല്ലം.